നടൻ സിദ്ദിഖിന്റെ മകൻ സാപ്പിയുടെ മരണം ആഘോഷമാക്കിയ ബ്ലോഗർമാരെയും ഓൺലൈൻ മാധ്യമങ്ങളെയും ശവം തീനികളെന്ന് വിമർശിച്ച സോഷ്യൽ മീഡിയ. ആ സമയത്ത് മരണവീട്ടിലും സംസ്കാര സമയത്തും മൊബൈലും മൈക്കും ക്യാമറയുമായി ബ്ലോഗർമാരും ഓൺലൈൻ ചാനലുകാരും കൂടി കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങൾക്ക് വിമർശനം. ഒരു മരണവീട് എന്നതിനേക്കാൾ ഉപരി ഒരു വിവാഹ വീട്ടിലെന്ന പോലെ ഓൺലൈൻ ചാനലുകാരും ബ്ലോഗർമാരും വീഡിയോ എടുക്കാൻ മത്സരിച്ചു. സാപ്പിയെ കാണാനും കുടുംബത്തെ ആശ്വസിപ്പിക്കാനും എത്തിയ സിനിമാ താരങ്ങളുടെ ദൃശ്യങ്ങൾ പകർത്താനായിരുന്നു മരണവീട്ടിലും സംസ്കാര സ്ഥലത്തും കൂട്ടിയിടി ഇവർ നടത്തിയത്. നടിമാർ കാറിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ, ക്ലോസപ്പ് വീഡിയോ, അവർ സംസാരിക്കുന്ന, ചിരിക്കുന്ന, കണ്ണു തുടയ്ക്കുന്ന വീഡിയോ, നടന്മാരുടെ വരവ് വീഡിയോ, ഓരോ നടനും നടിയും മരണത്തിൽ അനുശോചിക്കാൻ എത്തുമ്പോൾ ഈച്ചക്കൂട്ടങ്ങളെ പോലെ 20ഉം 30ഉം ബ്ലോഗർമാരും ഓൺലൈൻ ചാനലുകാരും അവരുടെ പിറകെ മരണവീട്ടിലേക്ക് ഇടിച്ചു കയറുക, നടിമാരും മറ്റും പോകുന്നതിന് പിറകെ ചെന്ന് അവരെ ശല്യപ്പെടുത്തുക. ഇതെല്ലാമായിരുന്നു സാപ്പിയുടെ മൃതദേഹം ഇരിക്കുന്ന സ്ഥലത്ത് നടത്തിയത്. ഇപ്പോൾ ഇതിൽ പ്രതികരിക്കുകയാണ് ജസ്ന മാടശ്ശേരി. മനുഷ്യന്റെ സ്വകാര്യതയ്ക്ക് യാതൊരു ഇടവുമില്ലാത്ത ഒരിടമായി മാറുന്നുണ്ട് നമ്മുടെ നാട്. ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തണം. വീടിനുള്ളിലെ സ്വകാര്യതയിലേക്ക് പോലും യാതൊരു മനുഷ്യത്വമില്ലാതെ കടന്നു ചെല്ലുന്ന മരണമെന്ന വേർപാടിന്റെ വേദന കരഞ്ഞുപോലും തീർക്കാൻ അനുവദിക്കാത്ത ക്രൂരത വളരെ മോശമാണ്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. മരണവീട്ടിൽ ക്യാമറ തൂക്കിച്ചെന്ന് ആരൊക്കെ കരയുന്നു, കരച്ചിലിന്റെ ആഴം, അവിടെ ആരൊക്കെ വരുന്നു, അവരുടെ എക്സ്പ്രഷൻ, വസ്ത്രത്തിന്റെ മോഡൽ, നിറം തുടങ്ങി ഒരു മനുഷ്യന്റെ എല്ലാ വ്യക്തിപരമായ സ്വകാര്യതകളിലേക്കും ഇടിച്ചു കയറി വീഡിയോ എടുത്ത് ചാനലിലിട്ട് റീച്ച് ഉണ്ടാക്കി വരുമാനമാക്കി വിഴുങ്ങാൻ നാണം തോന്നുന്നില്ലേ ഓൺലൈൻ മാധ്യമങ്ങൾക്ക്? സെലിബ്രിറ്റി ആയാൽ എന്താ, അയാളും മജ്ജയും മാംസവും രക്തവും ഒക്കെയുള്ള വികാരങ്ങളുള്ള മനുഷ്യനാണ്. കണ്ണ് നിറയ്ക്കാനെങ്കിലും അനുവദിക്കുക. സർക്കാർ നിയന്ത്രണം കൊണ്ടുവരാതെ സംസ്കാരമില്ലാത്ത ഓൺലൈൻ ചാനലുകൾ ഇത് നിർത്തില്ല. നടൻ സിദ്ദിഖിന്റെ മകന്റെ മരണവീട്ടിൽ ഓൺലൈൻ മാധ്യമങ്ങൾ യാതൊരു ഉളുപ്പുമില്ലാതെ ആറാടുന്നത് കണ്ടപ്പോൾ അറപ്പ് തോന്നുന്നുവെന്നും അവർ കുറിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് സുരേഷ് സി പിള്ളയുടെ കുറിപ്പ് ശ്രദ്ധേയമാണ്. മകന്റെ മരണത്തിൽ ഒന്ന് കരയാനും സ്വകാര്യമായി വേദനിക്കാനും പോലും അനുവദിക്കാതെ പിതാവ് സിദ്ദിഖിനെ ഓൺലൈൻ ചാനലുകാർ വളയുന്നത് കണ്ടപ്പോൾ വേദന തോന്നി. അഴിഞ്ഞ മുണ്ട് സിദ്ദിഖ് മുറുക്കി ഉടുക്കുന്നത് പോലും ഉളുപ്പില്ലാത്ത ശവന്തീനി വ്ളോഗർമാർ ക്ലോസപ്പിൽ പകർത്തിയെടുത്ത് പോസ്റ്റ് ചെയ്തു. കടുത്ത വേദന തോന്നി. ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ശവസംസ്കാരം ഒരു പൊതു ചടങ്ങല്ല, വളരെ സ്വകാര്യമായ, വേണ്ടപ്പെട്ടവർക്ക് മാത്രം പങ്കെടുക്കാനുള്ളതായ ഒരു ചടങ്ങാവണം എന്നതാണ്. പലരും മൃതദേഹം കാണാൻ വരുന്നത് മരണപ്പെട്ട ആളോടുള്ള സ്നേഹം കൊണ്ടോ ആ കുടുംബത്തോടുള്ള അടുപ്പം കൊണ്ടോ അല്ല, മറിച്ച് അവിടെ നടക്കുന്ന വികാര പ്രകടനങ്ങൾ കാണാനാണ്. പ്രവാസികളുടെ കൂട്ടായ്മയായ ഗ്ലോബൽ മീഡിയയിൽ വന്ന പോസ്റ്റിങ്ങിനെ നടൻ സിദ്ദിഖിന്റെ മകൻ സാപ്പി മോൻ മരിച്ച വാർത്ത അറിഞ്ഞു കാണുമല്ലോ. എത്ര വേദനയോടെയാണ് അദ്ദേഹവും കുടുംബവും ആ നിമിഷത്തെ നേരിട്ടിട്ടുണ്ടാവുക. അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരുടെ മുഖത്തും ആ ദുഃഖമുണ്ടായിരുന്നു. എന്നാൽ മരണവീട്ടിലേക്ക് എത്തിയവരുടെ മുഖത്തേക്ക് ക്യാമറയും പൊക്കിപ്പിടിച്ച് യാതൊരു ഉളുപ്പുമില്ലാതെ നിൽക്കുന്ന കുറേ ഓൺലൈൻ മീഡിയകളെയും ചെറുപ്പക്കാരെയും കണ്ടില്ലേ? ഇവർക്കൊക്കെ ഇത്തരം അവസരങ്ങൾ സ്വന്തം ചാനലിന്റെ റേറ്റിംഗ് വർദ്ധിപ്പിക്കാനും പണം സമ്പാദിക്കാനുമായിട്ടുള്ള അവസരമായിട്ടാണ് കാണുന്നത്. സ്വന്തം വീട്ടിൽ പോലും ഒരാൾ മരിച്ചാൽ ക്യാമറയും പൊക്കിപ്പിടിച്ച് നിൽക്കുന്ന പ്രബുദ്ധ മലയാളി ഇവറ്റകളെ കാണുമ്പോൾ അറപ്പാണ് തോന്നുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്. 2 റിപ്പീറ്റ് ഉണ്ടെന്ന് തോന്നേ. എൻ്റെ മുടി ചെയ്യും.